ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലവും നിങ്ങളോടൊന്നിച്ച് ദൈവവചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കിടയാക്കി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച ദൈവദാസന്, കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്ക്, സഹോദരങ്ങൾക്ക് ഏവർക്കും വേഗം വരുന്നവനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ദൈവവചന ധ്യാനത്തിനായി 2 ശമൂവേൽ 6:12 വാക്യം എടുക്കാം. ദൈവത്തിൻ്റെ പെട്ടകം നിമിത്തം യഹോവ ഒബേദ് ഏദോമിൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ട് ദൈവത്തിൻ്റെ പെട്ടകം ഒബേദ് ഏദോമിൻ്റെ വീട്ടിൽ നിന്ന് ദാവീദിൻ്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവന്നു. ഒന്നുകൂടെയും വായിക്കുകയാണ്. ദൈവത്തിൻ്റെ പെട്ടകം നിമിത്തം യഹോവ ഒബേദ് ഏദോമിൻ്റെ കുടുംബത്തിലെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ട ദൈവത്തിൻ്റെ പെട്ടകം ഒബേദ് ഏദോമിൻ്റെ വീട്ടിൽ നിന്ന് ദാവീദിൻ്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവന്നു. നമുക്ക് വളരെ പരിചിതമായ ദൈവഭാഗമാണിത്. പെട്ടകം ഓബേദ് ഏദോമിൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്നപ്പോൾ, അവിടെ വച്ചപ്പോൾ 3 മാസം അവിടെ ഇരുന്നപ്പോൾ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ആ ശ്രുതിയെല്ലാം നാടെല്ലാം പരന്നപ്പോൾ രാജാവിൻ്റെ ചെവിയിലും അത് ചെന്നെത്തുവാനിടയായി. അങ്ങനെ രാജാവ് ഈ പെട്ടകത്തെ എടുത്തുകൊണ്ട് പോയി തൻ്റെ നഗരത്തിൽ വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനായി പെട്ടകമെടുക്കാനായി കടന്നു വരുന്നു. ദൈവമക്കളെ, പെട്ടകം പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഉടമ്പടിയും അടയാളവുമാണ്. അതായത് പെട്ടകം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു പ്രതീകമാണ്. ദൈവവും ഇസ്രയേൽ ജനവും തമ്മിലുള്ള വിശുദ്ധ ഉടമ്പടിയുടെ പ്രതീകമാണ്. ഈ പെട്ടകം നമുക്കറിയാം. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ശമൂവേലിൻ്റെ 1 അധ്യായം മുതൽ ഇങ്ങോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ 1 ശമൂവേൽ 4 അധ്യായത്തിൽ വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ശമൂവേലിൻ്റെ വചനമല്ല ഇസ്രയേലിലും വന്നിട്ട് ഇസ്രയേൽ ഫെലിസ്ത്യരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. ദൈവമക്കളെ, ഇവിടെ യുദ്ധത്തിന് പോകുമ്പോൾ യഹോവയുടെ നിയമക പെട്ടകം ഇവർ കൂട്ടത്തിൽ കൊണ്ടുപോയി. യുദ്ധഭൂമിയിലേക്ക് പെട്ടകവും കൊണ്ടുപോയി. എന്നുവെച്ചാൽ അവർ പറയുന്നുണ്ട്, ഈ പെട്ടകം നമ്മുടെ ഇടയിൽ വെച്ചാൽ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ജനം ശീലോവിലേക്ക് ആളയച്ച് കെരൂബുകളുടെ മധ്യ അധിവസിക്കുന്നവനായി സൈന്യങ്ങളുടെ യഹോവയുടെ നിയമപെട്ടകം അവിടെ നിന്ന് കൊണ്ടുവന്നു. കൂട്ടത്തിൽ പോയ 2 ബിരുദന്മാർ ഫിനെഹാസും ഒഫ്നിയുമാണ്. അന്നേരം തന്നെ ഹല്ലേലൂയ, ദൈവസാന്നിധ്യം നഷ്ടമാവുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ യുദ്ധത്തിൽ തോൽക്കുകയും പെട്ടകം പിടിക്കപ്പെടുകയും ചെയ്തു. പെട്ടകം പിടിക്കപ്പെട്ടപ്പോൾ അവിടെ ഫിനെഹാസിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, താനൊരു മകന് ജന്മം കൊടുക്കുമ്പോൾ ഇസ്രയേലിൻ്റെ മഹത്വം പൊയ്പോയി എന്ന് പറഞ്ഞ കുഞ്ഞിന് ഇക്കോബോധ് എന്ന് പേര് കൊടുക്കുന്നതായിട്ടൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം പൊയ്പോയി. അതായത് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വസിക്കുന്ന, ദൈവ സാന്നിധ്യം ഇവരുടെ ഇടയിൽ വസിക്കുന്ന പെട്ടകമാണിത്. ഈ പെട്ടകം ഇപ്പോൾ ആരെടുക്കലാണ്? ശത്രുവിൻ്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ, ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടു, ശത്രുവിൻ്റെ കരങ്ങളിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്. ഹല്ലേലൂയ, അങ്ങനെ അകപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഈ ഫെലിസ്ത്യരുടെ ക്ഷേത്രത്തിൽ ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവന്ന് വെച്ചു. ദാഗോൻ്റെ ക്ഷേത്രത്തിൽ യഹോവയുടെ പെട്ടകം പിറ്റേ ദിവസം നോക്കുന്നുണ്ടെങ്കിൽ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ ദാഗോൻ്റെ തലയും ശിരസും കൈയും ഒക്കെ സെപ്പറേറ്റായിട്ട് ദാഗോൻ ദൈവത്തിൻ്റെ
പെട്ടകത്തിന് മുമ്പിൽ വന്ന് വീണ് കിടക്കുന്നത് ഇവർ കാണുന്നു. അത് കഴിഞ്ഞേച്ച് ഇവർ നോക്കുമ്പോൾ ഇവർക്ക് മൂലക്കുരു ബാധിച്ചു, അതായത് രോഗബാധിതരായിത്തീർന്നു. വളരെ കഷ്ടങ്ങളിലൂടെയൊക്കെ അവർ കടന്നു പോകുവാനിടയായി. ഏതാണ്ട് 7 മാസക്കാലം ഫെലിസ്ത്യർ ദേശത്തായിരുന്നു ഈ പെട്ടകം. ഈ പെട്ടകം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ ദേശത്തെല്ലാം ബാധകൾ, രോഗങ്ങൾ, കഷ്ടതകളായപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇത് യഹോവയുടെ പെട്ടകമായിരിക്കുക, ഇസ്രയേലിലെ ദൈവത്തിൻ്റെ പെട്ടകമായത്. അതുകൊണ്ടായിരിക്കാം നമുക്കിങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത് അങ്ങനെ തന്നെയാണോ എന്നറിയാനായിട്ട് അവർ പ്രശ്നക്കാരെയൊക്കെ വിളിച്ച് നോക്കി. അതിന് പരിഹാരമെന്തോ പ്രായശ്ചിത്തമെന്തോ എന്നൊക്കെ ചോദിച്ചറിഞ്ഞു. അറിഞ്ഞതിന് ശേഷം അവർ ദൈവത്തിൻ്റെ പെട്ടകം ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി വെച്ച് നുകം വെച്ചിട്ടില്ലാത്ത കറവുള്ള 2 പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടിവെച്ച് അവയുടെ കിടാക്കളെ അവയുടെ അടുക്കൽ നിന്ന് വീട്ടിൽ മടക്കി കൊണ്ടുപോയിട്ട് യഹോവയുടെ പെട്ടകം എടുത്ത് വണ്ടിയിൽ വെച്ച് പ്രായശ്ചിത്തമായിട്ട് കൊടുത്ത പൊന്നുരുപ്പിടികളും എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം അവർ നിശ്ചയിച്ചു, ഈ വണ്ടി ഇവിടെ നിന്ന് പോയി പിന്നോക്കം തിരിയാതെ നേരെ ചെന്ന് ബേത്ശേമിലേക്കുള്ള വഴിയായി സ്വദേശത്തേക്ക് പോകുന്നു എങ്കിൽ നമുക്ക് വിശ്വസിക്കാം ഈ കരം ദൈവത്തിൻ്റെതാണ്. ദൈവമക്കളെ, ജാതീയ ദേവനിൽ ആശ്രയിക്കുന്ന, പ്രതിഷ്ഠകളിൽ ആശ്രയിക്കുന്ന ഈ ജനത്തിന് ദൈവത്തിൻ്റെ പ്രവൃത്തി മനസ്സിലാക്കുവാൻ, ദൈവമാണ് ഇതിൻ്റെ പിന്നിലെന്ന് മനസ്സിലാക്കുവാൻ, ജീവനുള്ള ദൈവമാണ് ഇതിന്, ഇസ്രയേലിൻ്റെ ദൈവമാണ് ഇതിൻ്റെ പിന്നിലെന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് തോന്നുന്നു. എന്നാൽ മരുഭൂമിയിലൂടെ ഹല്ലേലൂയ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി വഴി നടത്തിയ ദൈവ സാന്നിധ്യം ഹല്ലേലൂയ എങ്ങനെ പരിപാലിക്കണമെന്നുള്ളത് ഇസ്രയേൽ മക്കൾക്ക് മനസ്സിലാകാതെ പോകുന്നു. ഹല്ലേലൂയ. ഇവിടെ ഇവര് പുതിയ വണ്ടി, അതൊരു വിശുദ്ധിയുടെ പ്രതീകമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നുകം കെട്ടിയിട്ടില്ലാത്ത, ഇവിടെ പറയുന്നത് പുതിയ വണ്ടി ഉണ്ടാക്കി നുകം വെച്ചിട്ടില്ലാത്ത കറവുള്ള 2 പശു. അത് നുകം വെച്ചിട്ടില്ലാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായി നുകം വെച്ച് കെട്ടിയിട്ടില്ലാത്ത പശുക്കൾ നേരെ പോകത്തില്ല. സ്വാഭാവികമായിട്ട് നുകം വെച്ച് കെട്ടിയേച്ചാൽ നേരെ കൊണ്ടുപോകുന്നത്, ഇല്ലെങ്കിൽ ഇതുങ്ങൾ നേരെ പോവുകയില്ല സാധാരണഗതിയിൽ. അതുപോലെ തന്നെ ഇത് കറവുള്ള 2 പശുക്കളാണ്. അങ്ങനെയുള്ള പശുക്കൾ കിടാക്കളെ വിട്ടു പോകുവാൻ തയ്യാറാകത്തില്ല. അവ മടങ്ങി വരുവാൻ ശ്രമിക്കും, അത് തിരിച്ചു വരുവാൻ ശ്രമിക്കും, മുന്നോട്ട് പോകത്തില്ല. എന്നാൽ ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. എന്നാൽ ഇത് ഇസ്രയേലിലെ ദൈവമാണെങ്കിൽ അവിടെ ഒരു അസ്വാഭാവികത്വം വെളിപ്പെടും എന്നുള്ളത് ശത്രുവിനറിയാം. ഇവൻ നോക്കാതെ പോവുകയാണെങ്കിൽ ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് അവരുടെ ദൈവത്തിൽ നിന്നുള്ള പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി. ഈ പശുക്കൾ എല്ലാം മറന്നിട്ട് ഇങ്ങോട്ടും വലത്തോട്ടും ഇടത്തോട്ടും ഒന്നും നോക്കാതെ നേരെ മുമ്പോട്ട് പോയി. ദൈവമക്കളെ, ദൈവത്തെ നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ, സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, പിൻവലിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ, പുറകോട്ട് വലിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിന്മേൽ ഉണ്ടാവും. എന്നാൽ അങ്ങനെയുള്ളതൊക്കെ, അത്തരം ഫാക്ടേഴ്സിനെയെല്ലാം പുറന്തള്ളിയേച്ച് ഹല്ലേലൂയ ക്രിസ്തുവിൽ ആശ്രയിച്ചതിനെ മുന്നോട്ട് പോകണം, തിരിഞ്ഞു പോകരുത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഹല്ലേലൂയ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ പശുക്കൾ മുന്നോട്ട് പോകുന്നതായിട്ടും അവിടെ ചെന്ന് ബത്ശെമേശിലുള്ള വഴിക്കേൽ പോയി അവിടുത്തെ ബത്ശെമേശ്യൻ താഴ്വരയിൽ കോതമ്പ് കൊയ്യുമായിരുന്ന അവരുടെ തല ഉയർത്തി ഈ പെട്ടകം കാണുകയും ബത്ശെമേശനായ യോശുവയുടെ വയലിൽ പെട്ടകം വന്ന് നിൽക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി ഈ കരം ഇസ്രയേലിലെ ദൈവത്തിൻ്റെ കരം തന്നെയാണ്. അവരെന്താ വണ്ടിയുടെ മരം വെട്ടി പശുക്കളെ യഹോവയ്ക്ക് ഹോമയാഗമൊക്കെ കഴിച്ചു. ഹല്ലേലൂയ.
ദൈവത്തിന് ആരാധനയൊക്കെ കഴിച്ചു അവർ. എന്നാൽ ഹല്ലേലൂയ, ആ 6-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, ബത്ശേബേസ്യർ യഹോവയുടെ പെട്ടകത്തിനെ നോക്കിയുകൊണ്ട് അവൻ അവരെ സംഹരിച്ചു. അവർ ജനത്തിൻ്റെ 50,070 പേരെ സംഹരിച്ചു. ഇങ്ങനെ യഹോവ ജനത്തിലൊരു മഹാസംഹാരം ഉണ്ടാക്കി. ഈ മഹാസംഹാരം ഉണ്ടാക്കിക്കഴിഞ്ഞപ്പോൾ ഇവരിനി ഇത് നമ്മുടെ അടുക്ക് ഇരുന്നാൽ പറ്റുകയില്ല, ഹല്ലേലൂയ, ഇത് നിങ്ങൾ വന്ന് മടക്കി കൊണ്ടുപോകണം എന്നവരോട് അറിയിച്ചു. അങ്ങനെ കിര്യത്ത് യയാരീം നിവാസികൾ വന്ന് യഹോവയുടെ പെട്ടകം എടുത്ത് കുന്നിന്മേലുള്ള അബീനാദാബിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. അവൻ്റെ മകനായ എലെയാസറിനെ യഹോവയുടെ പെട്ടകം സൂക്ഷിക്കേണ്ടതിന് ശുദ്ധീകരിച്ചു. പെട്ടകം കിര്യത്തരാമിലായിട്ട് ഏറിയ കാലം 20 സംവത്സരം തന്നെ കഴിഞ്ഞു. ഹല്ലേലൂയ. നോക്കിക്കോണം, ഏകദേശം 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ശമൂവേലിനെ നമുക്ക് കാണാം. അതിനുശേഷം 7-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലാണ് പിന്നെ നമുക്ക് കാണുന്ന ശമൂവേലിനെ. ഇതിനിടയ്ക്കുള്ള അധ്യായങ്ങളിലൊന്നും ശമൂവേലിനെ പറ്റി ഒന്നും പറയുന്നില്ല. അവിടെ ശമൂവേലിൻ്റെ കാര്യങ്ങളെല്ലാം സൈലൻ്റായി കിടക്കുക. ഈ വർഷങ്ങളെല്ലാം 7 വർഷത്തോളം പെട്ടകം ഫിലിസ്തീനരുടെ കരങ്ങളിലായിരുന്നു. അതിനുശേഷമാണ് കിര്യത്ത് യയാരീമിലെ നിവാസികൾ കൊണ്ടുവന്ന് അബീനാദാബിൻ്റെ ഭവനത്തിനകത്ത് ഇത് വെക്കുന്നത്. ദൈവമക്കളെ, പെട്ടകം ഒരു ഭവനത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഭവനം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ക്രിസ്തു ഒരു വ്യക്തിയിൽ വന്നാൽ ആ വ്യക്തിയിൽ മാറ്റമുണ്ടാകും. ഹല്ലേലൂയ. മാറ്റമുണ്ടാകണം. ക്രിസ്തു നിന്നിൽ വന്നു കഴിഞ്ഞാൽ നിന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. ഹല്ലേലൂയ. ക്രിസ്തു നിന്നിലുണ്ടെന്നുള്ളത് മറ്റുള്ളവരോട് പറയാതെ തന്നെ അവർ മനസ്സിലാക്കുമല്ലോ എന്തോ ഒരു മാറ്റം വന്നുവെന്ന്. ഈ ഭവനത്തിനകത്ത് 20 വർഷം ഈ പെട്ടകം വെച്ചിട്ട് അവിടെ ഒരു വ്യത്യാസവും വന്നില്ല, ഒരു പ്രയോജനവും അവർക്ക് വരുന്നില്ല. ഹല്ലേലൂയ. അതിന് ചില കാരണങ്ങളുണ്ട്. അതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ നാം വായിക്കുന്നുണ്ട്. അവിടെ പറയുക, ഇസ്രായേൽ ഗൃഹത്തോട് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ. അന്നേരം ഇവരിത് പൂർണ്ണ ഹൃദയത്തോടെ തിരിഞ്ഞിട്ടില്ല. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവന്ന് വെച്ചു എന്ന് പറഞ്ഞ് ദൈവ സാന്നിധ്യം അതിനകത്ത് ഹല്ലേലൂയ ഉണ്ടെന്ന് പറഞ്ഞ് നീ ഇരുന്നിട്ട് കാര്യമായില്ല. ദൈവ സാന്നിധ്യം വെളിപ്പെടണമെങ്കിൽ, നിന്നിൽ നിന്റെ ഭവനത്തിനകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടണമെങ്കിൽ ഹല്ലേലൂയ നീ ഹല്ലേലൂയ ദൈവത്തിലേക്ക് തിരിയേണ്ടതുപോലെ തിരിയണം. തന്നെയല്ല, അന്യ ദൈവങ്ങളായ അസ്തരോത്ത് പ്രതിഷ്ഠകളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് വെച്ചാൽ അവരുടെ ഇടയിൽ അപ്പോഴും ഉണ്ടത്, അത് നീക്കിക്കളയണം. എന്ന് വെച്ചാൽ അവരുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കണം. ഹല്ലേലൂയ. അത് ശമൂവേൽ അവരോട് പറയുന്നത്. ഹല്ലേലൂയ. അവർ വിലപിക്കുക, അവർ യഹോവയോട് വിലപിക്കുക. വിലപിച്ചപ്പോഴോ ശമൂവേൽ വന്നിച്ച് ഇവരോട് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. ദൈവമക്കളെ, പൂർണ്ണമായി ദൈവത്തിങ്കലേക്ക് തിരിയാതെ, ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകളെ മനസ്സിലാക്കാതെ, സ്വയം തിരിച്ചറിയാതെ ഹല്ലേലൂയ 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 പെട്ടകം വീടിനകത്തുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നടന്നിട്ട് പ്രയോജനമില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം അതിൽ നിന്ന് നിനക്ക് അനുഭവിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിൽ അത് വെളിപ്പെടണം, നിന്റെ ജീവിതത്തിൽ അത് വെളിപ്പെടണം, നിന്റെ തലമുറയിൽ അത് വെളിപ്പെടണം. അത് അനുഗ്രഹമായി നിനക്ക് മാറണം. ഹല്ലേലൂയ. അതിന് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? നീ പൂർണ്ണമായി ഏൽപ്പിച്ച് കൊടുക്കണം. ഹല്ലേലൂയ. പൂർണ്ണമായി ഏൽപ്പിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞില്ല എങ്കിൽ ഹല്ലേലൂയ 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 യാതൊരു വിടുതലും സംഭവിക്കുകയില്ല. ഹല്ലേലൂയ. യഹോവയോട് അവർ പ്രാർത്ഥിച്ചു. അങ്ങനെ മിസ്പയിൽ അവർ കൂടി വന്നു. ഒരു ദിവസത്തെ ഉപവാസം പ്രസിദ്ധീകരിച്ചു. വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. യഹോവയോട്, കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു ഹല്ലേലൂയ എന്ന് ഹല്ലേലൂയ അവിടെ വെച്ച് അവരെ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ പാപം ചെയ്തിരിക്കുക കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് അവർ പറഞ്ഞ് അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞ് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് ശമൂവേലിനോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ യഹോവ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം.
എന്ന് ശമൂവേലിനോട് പറഞ്ഞു. നീ പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതെന്ന് പറഞ്ഞ് ഹല്ലേലൂയ യഹോവയോട് പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ഉത്തരം അരുളുന്നതായിട്ട് കാണുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവവചനത്തിൽ നിന്ന് 130 സങ്കീർത്തനം ഹല്ലേലൂയ പ്രബോധിപ്പിച്ചപ്പോൾ പ്രിയ ദൈവദാസൻ പറഞ്ഞു, ഹല്ലേലൂയ, ആഴത്തിൽ നിന്ന് നീ നിലവിളിച്ചാൽ ദൈവം കേൾക്കും. ഹല്ലേലൂയ, നിന്റെ അകൃത്യങ്ങൾ ദൈവം ഓർമ്മ വെച്ചാൽ നമുക്കാർക്കും നിലനിൽക്കാൻ പറ്റുകയില്ല. നമ്മുടെ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ആർക്കാ നിലനിൽക്കാൻ കഴിയുന്നത്? ആർക്കും പറ്റത്തില്ല. എന്നാൽ ഹല്ലേലൂയ അകൃത്യങ്ങള്, പാപങ്ങള്, ജീവിതത്തിൽ കടന്നു വരുന്ന തെറ്റുകളെ ഇതൊക്കെ ഹല്ലേലൂയ ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ ഒരു മടങ്ങി വരവ്, ഹല്ലേലൂയ സ്വയം ഹല്ലേലൂയ തിരിച്ചറിഞ്ഞേച്ച് മടങ്ങി വന്നിട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവം അവിടെ പ്രത്യക്ഷപ്പെടും. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടും. ദൈവം അവർക്ക് ഉത്തരം അരുളിയേച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ അവരുടെ ഹല്ലേലൂയ ഇസ്രായേൽ ഹല്ലേലൂയ അവരുടെ ഏതെല്ലാം സ്ഥലങ്ങൾ പിടിച്ചെടുത്തോ അതെല്ലാം അവർക്ക് തിരിച്ചു കൊടുത്തു. ശമൂവേലിന്റെ കാലത്തൊക്കെ യഹോവയുടെ കൈ ഫെലിസ്ത്യർക്ക് വിരോധമായിട്ടിരുന്നു. എക്രോൺ മുതൽ ഗത്ത് വരെ പട്ടണങ്ങൾ ഇസ്രായേലിന് തിരിച്ചു കിട്ടി. വലിയൊരു ദൈവപ്രവർത്തി നടത്തും. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഈ പെട്ടകം ഈ സമയങ്ങളിലെല്ലാം അബീനാദാബിൻ്റെ വീട്ടിലിരിക്കുക. ഹല്ലേലൂയ. ആ വീട്ടിലിരുന്ന് ശൗലിൻ്റെ കാലത്തൊക്കെയും ഈ വീട്ടിൽ തന്നെയായിരുന്നു ഇതിരുന്നത്. എന്നാൽ ദാവീദിൻ്റെ കാലം വന്നപ്പോൾ ദാവീദ് വിചാരിച്ചു അതവിടെ നിന്ന് എടുത്തുകൊണ്ട് വരണം. ഹല്ലേലൂയ. ഇസ്രായേലിൽ നിന്ന് ഹല്ലേലൂയ അവൻ സകല വിരുദ്ധന്മാരെയും 30,000 പേരെ കൂട്ടി വരുത്തിയേച്ച് കെരൂബുകളുടെ മീതെ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവ ഹല്ലേലൂയ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പെട്ടകം ഹല്ലേലൂയ ബാലെ യഹൂദായിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനങ്ങളും അവിടേക്ക് പുറപ്പെട്ടു. നോക്കണം, ഹല്ലേലൂയ ഒത്തിരി പേരെ കൂട്ടി വരുത്തി, 30,000 പേരെയൊക്കെ കൂട്ടി വരുത്തി. ഹല്ലേലൂയ പരിശുദ്ധനായ ദൈവത്തെ ഹല്ലേലൂയ കൊണ്ടുവരാൻ പോവാ. ഹല്ലേലൂയ എന്നുവെച്ച് ദൈവത്തിന് പെട്ട ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്തിന്മേലുള്ള അബീനാദാബിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. അബീനാദാബിൻ്റെ പുത്രനായ ഉസായും ഹല്ലേലൂയ അഹ്യോവും പുതിയ വണ്ടി തെളിച്ചു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ആഘോഷങ്ങളോട് ഹല്ലേലൂയ വലിയ വിളംബരത്തോട് ഹല്ലേലൂയ ഹല്ലേലൂയ വളരെ വാദ്യഘോഷങ്ങളുടെയൊക്കെ നടുവിലൂടെ ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാഖോന്റെ കളത്തിങ്കലെത്തിയപ്പോൾ കാള വിരണ്ടു. അതുകൊണ്ട് ഉസ കൈനീട്ടി പെട്ടകം പോകാതിരിക്കാൻ പെട്ടകത്തെ പിടിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ റിബല രഗദല ഹസ്തലാരകൾ ഖൗഡാറവാലഭൂഷാരകൾ ഖൗഡ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഈ ഉസായിക്ക് ഹല്ലേലൂയ എന്തുകൊണ്ടാണ് ഉസ ഇവിടെ പെട്ടകം വീഴാതിരിക്കാനല്ലേ ഉസ അതേ കയറി പിടിച്ചത്? വീണു പോകുമെന്ന് കണ്ടപ്പോഴല്ലേ ഉസ പെട്ടകം വീഴാതിരിക്കാൻ കൈനീട്ടി പിടിച്ചത്? എന്നാലും ഉസയുടെ മേൽ എന്തിനാ കോപം ജ്വലിച്ചത്? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവിടെ വെച്ച് ഹല്ലേലൂയ ദൈവത്തിൻ്റെ കോപം വന്നിട്ട് അവനെ സംഹരിച്ച് കളഞ്ഞു. ഹല്ലേലൂയ. ഇത് തെറ്റാണോ? ഹല്ലേലൂയ. നമുക്ക് ചിന്തിച്ചു പോകും, ഇത് തെറ്റല്ലേ? ദൈവം അങ്ങനെ ചെയ്യാമായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ ദൈവമക്കളെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ദാവീദല്ലേ പെട്ടകം കൊണ്ട് വരാനായിട്ട് ഇറങ്ങിത്തിരിച്ചത്? ഉസ അല്ലല്ലോ. എന്നിട്ട് ഉസയെ എന്തിനാ സംഹരിച്ചത്? ദൈവമക്കളെ പുരോഹിതന്മാർ ഹല്ലേലൂയ അവരാ ഈ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരാ പുരോഹിതന്മാർ. അവരാ പെട്ടകം ചുമക്കുന്നത്. അവർക്ക് അതിൻ്റെ വ്യവസ്ഥകളെല്ലാം അറിയാം. എങ്ങനെയാണ് പെട്ടകം കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് പെട്ടകം കൈകാര്യം ചെയ്യേണ്ടത്, ഈ വ്യവസ്ഥകളെല്ലാം ഹല്ലേലൂയ ഹല്ലേലൂയ പുരോഹിതന്മാർക്കറിയാം. അതവരെ ഹല്ലേലൂയ പെട്ടകം എടുത്തുകൊണ്ടുവരുന്ന വ്യക്തികളോട് ജനങ്ങളോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കടമ അവർക്കുണ്ട്. അവരത് പാലിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. എന്നാൽ ഇതൊന്നും ഇവിടെ നടക്കുന്നതായി നാം കാണുന്നില്ല. ഹല്ലേലൂയ. പെട്ടകം വണ്ടിയിൽ കയറ്റാനുള്ളതല്ല.
പെട്ടകം വണ്ടിയിൽ കയറ്റത്തില്ല, പെട്ടകം തോളിൽ ചുമക്കുക ചെയ്യുന്നത്. സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിൽ വരുന്നുണ്ട്. നമുക്കവിടെ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. കതിരമരത്തിൻ്റെ തണ്ട് കൊളുത്തിലൂടെ കയറ്റി ആ കൊളുത്തിലൂടെ ആ കമ്പിട്ട് ഹല്ലേലൂയ ആ കമ്പെ പിടിച്ച് തോളിൽ ചുമന്ന ഹല്ലേലൂയ ഈ പെട്ടകം കൊണ്ടുപോകണം. തന്നെയല്ല കെഹാത്തിരായി ഇത് ചുമക്കേണ്ടത്. ഇതിനകത്ത് വിശുദ്ധ ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. അതെല്ലാം ഹല്ലേലൂയ ഉപകരണങ്ങളൊന്നും തൊടാനൊക്കത്തില്ല. അതെല്ലാം ഹല്ലേലൂയ പൊതിഞ്ഞ് ഹല്ലേലൂയ അതെല്ലാം പൊതിഞ്ഞ് തഹശുദൂൽ കൊണ്ട് പൊതിഞ്ഞ് അത് പഞ്ഞിനൂൽ കൊണ്ട് പൊതിഞ്ഞ് അതിലെല്ലാം മറച്ച് എന്നുവെച്ചാൽ ഹല്ലേലൂയ വണ്ടിയിൽ പെട്ടകത്തിൽ കയറ്റുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ 7-ാം അധ്യായത്തിൽ വരുന്നുണ്ടേ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ വിശുദ്ധ ഉപകരണങ്ങൾ തൊട്ടാൽ മരിക്കണം. പഴയ നിയമ ഉപദേശ പ്രമാണം ഹല്ലേലൂയ ദൈവദാസന്മാരാണിത് ചുമക്കേണ്ടത്. അവർ ചുമക്കണം അത്. ഹല്ലേലൂയ അങ്ങനെ അഥവാ ഇത് തൊട്ടാൽ ആരെങ്കിലും യാദൃച്ഛ്യ തൊട്ടുപോയാൽ അവൻ മരിക്കണമെന്നുള്ളത് പഴയ നിയമ പ്രമാണമാണ്. ഹല്ലേലൂയ ദൈവമക്കളെ മറന്നു പോകരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ പെട്ടകത്തിൻ്റെ അകത്തുള്ളത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്നുള്ളത് നീ മറന്നു പോകരുത്. വിശുദ്ധിയിൽ അതിവിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്ന് നീ മറന്നു പോകരുത്. പ്രമാണങ്ങളും വ്യവസ്ഥകളും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് പ്രമാണിക്കാതെ നീ ദൈവസന്നിധിയിൽ നിന്നാൽ നിനക്ക് ഹല്ലേലൂയ അടി കിട്ടും. ഹല്ലേലൂയ അതിന് ഹല്ലേലൂയ യാതൊരു വിധമായ ഹല്ലേലൂയ കാര്യങ്ങൾ കൊണ്ടും അതിനെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. മോശയുടെ കാലത്ത് 12 ഗോത്രത്തിലെ പ്രഭുക്കന്മാർ അവർക്ക് വേണ്ടി വഴിപാടിനായിട്ട് 6 കാളകളെയും 6 വണ്ടിയും 12 കാളയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് സമാഗമന കൂടാരത്തിനകത്തുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നവർ പുരോഹിതന്മാരായിട്ടുള്ളവർ അത് ഗേർശോന്യരും മെരാര്യരും കെഹാത്യരും ഒക്കെയാണ്. എന്നിട്ട് ഈ ഗേർശോന്യരും മെരാര്യരും ഇതിനകത്തെ കാര്യങ്ങളെല്ലാം, അതായത് ഈ പെട്ടകത്തിൻ്റെ തുണിയെ തിരശീല അതുപോലെ പലകകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുന്ന കെഹാത്യരായിരുന്നു തോളിൽ പെട്ടകം ചുമക്കുന്നത്. ഇങ്ങനെ ഇവർ കൊണ്ടുവന്ന് വഴിപാട് കൊടുത്തപ്പോൾ മോശ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അതിൻ്റെ 2 വണ്ടിയും 4 കാളയും ഗേർശോന്യർക്കും 4 വണ്ടിയും 8 കാളയും മെരാര്യർക്കും കൊടുത്തു. കെഹാത്യർക്കൊന്നും കൊടുത്തില്ല. 3 പേരും ചുമക്കുന്നവരാ. ഇവർ നടക്കുമ്പോൾ മരുഭൂമി പ്രയാണത്തിൽ ഈ പെട്ടകം എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഒരിടത്തു നിന്ന് അല്ലെങ്കിൽ പാളയം അടിച്ചേച്ച് അടുത്തിടത്തേക്ക് കുറ്റി വരച്ച് അല്ലെങ്കിൽ അവർ പരദേശയാത്ര നടത്തുമ്പം ഇതെല്ലാം ചുമ്മിക്കൊണ്ട് വേണം ഇവർ പോകുവാൻ. എന്നാൽ ഈ ചുമ്മുന്നത് കെഹാത്യരെ മറ്റവർക്ക് 2 പേർക്കും വണ്ടിയൊക്കെ കൊടുത്തെന്നാൽ കെഹാത്യർ എങ്ങനെയല്ല, ഇവർ തോളിൽ വെച്ച് തന്നെ ചുമ്മണം. ചെരുപ്പിടാതെ ചുറ്റുകൊള്ളുന്ന മരുഭൂമിയിൽ ഉള്ളംകാല് ചവിട്ടി പെട്ടകം തോളിൽ ചുമ്മിയൊക്കെ ഇവർ നടക്കുന്നത്. അങ്ങനെ തന്നെ നടക്കണം. അതായിരുന്നു അതിൻ്റെ പ്രമാണം. ഹല്ലേലൂയ യോർദാൻ അടുക്ക് വന്നപ്പോഴും നമുക്കറിയാം ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ദൈവം യോശുവയോട് പറഞ്ഞു, അഭിഷേകമുള്ള പുരോഹിതന്മാരിൽ പെട്ടകം ചുമന്നുകൊണ്ട് വരുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാല് വെള്ളത്തിൽ തൊടുമ്പോൾ എന്ത് ചെയ്യും? യോർദാൻ 2ആയിട്ട് പിരിയും. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാലും അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ബാക്കി എല്ലാവരും ഏതാണ്ട് 2000 മുഴ അകലത്തിൽ ദൂരെ മാറി നിൽക്കണം. ദൈവ സാന്നിധ്യം ഹല്ലേലൂയ അത് മനസ്സിലാക്കണം. ഹല്ലേലൂയ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കറിയാമല്ലോ. മോശ ദൈവത്തെ കാണുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒന്ന് ദർശിക്കാനൊക്കെ ആഗ്രഹിച്ചു മോശ ദൈവത്തോട് പറയുന്നുണ്ട്. ദൈവമക്കളെ ദൈവ സാന്നിധ്യത്തിലാണ് മോശ ജീവിച്ചതൊക്കെ. മോശയുടെ കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. മോശയെ ദൈവം അടുത്തറിഞ്ഞ വ്യക്തിയായിരുന്നു. എന്നിട്ട് പോലും ദൈവത്തോട് ഒരിക്കൽ നിൻ്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിൻ്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിൻ്റെ മുമ്പാകെ ഘോഷിക്കുകയും കൃപ ചെയ്യുവാൻ മനസ്സുള്ളവൻ ഞാൻ കൃപ ചെയ്യും, കരുണ ചെയ്യുവാൻ മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കും. നിനക്കെൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല. ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും. പിന്നെ ഹല്ലേലൂയ എൻ്റെ കൈ നീക്കും. ഹല്ലേലൂയ നീ എൻ്റെ പിൻഭാഗം കാണും, എൻ്റെ മുഖമോ കാണാനാവില്ല. ഓ ദൈവമക്കളെ ഹല്ലേലൂയ ദൈവം ഭയങ്കരനായ ദൈവമാ, വിശുദ്ധിയിലെ വസിക്കുന്ന ദൈവമാ. അത് മറന്നു പോകരുത് നാമേ. അതുപോലെ തന്നെ ദൈവ തേജസ് ദൈവ സാന്നിധ്യം വരുന്നിടത്ത് വ്യവസ്ഥ പാലിച്ചേ പറ്റുകയുള്ളൂ. സീനായി പർവ്വതത്തിൽ
കൽപ്പനയ്ക്കായി കയറുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, പർവ്വതത്തിലെങ്ങും ആരും തൊടരുത്, പർവ്വതത്തിനരികെ ആടുകളോ കന്നുകാലികളോ ഒന്നും മേയാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ. അത്ര കഠിനമായ വ്യവസ്ഥ ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വ്യവസ്ഥകളൊക്കെ പാലിച്ചായിരുന്നു ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ നയിച്ച ഇസ്രായേൽ മക്കളെ നയിച്ച മോശയും യോശുവയും ഒക്കെ ജീവിച്ചത്. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സാന്നിധ്യം അത് നാം തിരിച്ചറിഞ്ഞേ മതിയാവുള്ളൂ. ഹല്ലേലൂയ. ഇപ്പം കുഴപ്പമില്ല, അതൊക്കെ പണ്ടത്തെ കാലത്തല്ലായിരുന്നു. പണ്ട് അങ്ങനെയൊക്കെ ചെയ്തെന്നും പറഞ്ഞ് ഇന്ന് ദൈവത്തിന് ആ ശക്തിയുണ്ടോ? അല്ല ദൈവമക്കളെ, ഇന്നും അതേ ശക്തിയാണ് ദൈവത്തിനുള്ളത്. ഹല്ലേലൂയ. അതേ വിശുദ്ധിയിലാണ് ഇന്നും ദൈവം ഉള്ളത്. ഹല്ലേലൂയ. പഴയ നിയമകാലത്ത്, ന്യായപ്രമാണ കാലത്ത് തക്ക സമയത്ത് ശിക്ഷ കൊടുത്തു. കൃപായുഗത്തില് നിന്റെ ഹല്ലേലൂയ ശിക്ഷ താമസിക്കുന്നത് കൊണ്ടാ നീ ഇന്ന് ഹല്ലേലൂയ നടക്കുന്നതെന്ന് നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് പഴയ പിതാക്കന്മാരുടെ കാലത്ത് അവർ വെച്ച നിയമങ്ങളും അവർ വില കൊടുത്ത് പാലിച്ച നിയമങ്ങളും അതെല്ലാം ഇന്ന് എന്ത് ചെയ്യുക? നമുക്ക് പ്രൗഢി വന്നപ്പോൾ ആധുനിക സജ്ജീകരണങ്ങളെല്ലാം ആയപ്പോൾ പഴഞ്ചൻ രീതിയെല്ലാം മാറ്റിവെച്ച് പുതിയ തീരുമാനങ്ങളും നിയമങ്ങളും പ്രസ്താവനകളും ഒക്കെ ഇറക്കിയേച്ച് വിശ്വാസ ഗോളത്തെ തിരിച്ചു മറിക്കുന്ന അനേകരിന്നുണ്ട്. നാം അതിന്ന് കാണുന്നുണ്ട്. ദൈവമക്കളെ ഇങ്ങനെയുള്ള ഒക്കെ പ്രസ്താവനകൾ കണ്ടേച്ച് കുലുങ്ങുവാനുള്ളതല്ല നിന്റെ വിശ്വാസം. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ കാലം എത്ര പുരോഗമിച്ചാലും ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ തെറ്റിക്കുന്നത് അത് ആരായാലും അതേത് വ്യക്തിയായിരുന്നാലും, ഏത് അഭിഷിക്തനായാലും, ഏത് പുരോഹിതനായാലും, ഏത് രാജാവായാലും ദൈവം ശിക്ഷിക്കും. നാടോടുമ്പം നടുവേ ഓടുവാൻ ഇന്നത്തെ പെന്തക്കോസ് ഗോളം പെന്തക്കോസ് വിശ്വാസികൾ പോലും അതിനുവേണ്ടി വ്യഗ്രത കാണിക്കുക. എന്നാൽ നാം പ്രാപിച്ച വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ, വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ഉറച്ചു നിൽക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മുടെ ജീവിതത്തിന്മേൽ ഇടയാകണം. വിശ്വാസത്തിന് മൂല്യങ്ങളെ തട്ടിത്തകർക്കുന്ന പ്രസ്താവനകളും കാര്യങ്ങളും ഒക്കെ ഇന്ന് പലയിടത്തും നടക്കുമ്പോൾ നിന്റെ വിശ്വാസം നീ കാത്തു സൂക്ഷിക്കണം. എല്ലായിടത്തും ദൈവം പറഞ്ഞിട്ടുണ്ട്, ഒരു ശേഷിപ്പുണ്ട്. ഇതെല്ലാം കലങ്ങി തെളിയും. ഉന്നത സ്ഥാനത്തിന് വേണ്ടി സ്ഥാനമോഹികളായിക്കൊണ്ടും ആ ദ്രവ്യാഗ്രഹം വർദ്ധിച്ചുകൊണ്ടും മറ്റുള്ളവരെ പ്രസാദിപ്പിക്കേണ്ടതിന് ദൈവപ്രസാദം കിട്ടാതെ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുമ്പോൾ ദൈവമക്കളെ, യഥാർത്ഥമായി നീ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പക്ഷക്കാരനായി നിൽക്കണം. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന പക്ഷക്കാരനാകണം നീ. ദൈവത്തിന് വേണ്ടിയുള്ളവർ മാറി നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ മാറി നിൽക്കുവാൻ നീ തയ്യാറാകണമെങ്കിൽ വ്യവസ്ഥ തെറ്റിച്ചുള്ളവരുടെ കൂട്ടത്തിൽ യാത്ര ചെയ്താൽ പറ്റുകയില്ല. വ്യവസ്ഥ തെറ്റിക്കാതെ ദൈവിക പ്രമാണങ്ങൾക്ക് നീക്കം വരുത്താതെ നീ നിന്റെ ജീവിതത്തെ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. രാജാവ് വളരെ പ്രൗഢിയോടും വാദ്യഘോഷങ്ങളോടും എല്ലാമാ വണ്ടിയിൽ പെട്ടകം വെച്ചത്. പുരോഹിതന്മാരോട് അവരുടെ കൂട്ടത്തിൽ പോകാനൊക്കെ അവരെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. എന്നാൽ വണ്ടിയിൽ കൊണ്ടുപോകുവാൻ ദൈവിക പ്രമാണമില്ല. ദൈവിക പ്രമാണം വണ്ടിയിൽ കൊണ്ടുപോകാനല്ല. അത് ഉസ മറന്നുപോയി. ഉസ അത് മനസ്സിലാക്കി കൊടുത്തില്ല. അറിയാൻ മേലാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. അത് ഏത് അഭിഷിക്തനായാലും ഏത് രാജാവായാലും ദൈവിക പ്രമാണങ്ങൾ തെറ്റിച്ചാൽ അത് മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം ചിലരെ നിയോഗിച്ചിട്ടുണ്ട്. അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അത് ഉസ ചെയ്തില്ല. തന്നെയല്ല, ഇത് കൈ കൊണ്ട് തൊടരുതെന്നുള്ള പ്രമാണമുണ്ട്, അതും അവൻ തെറ്റിച്ചു. അതുകൊണ്ടാ അവൻ എന്ത് ചെയ്തത്? ദൈവത്തിൻ്റെ കോപം അവൻ്റെ മേൽ ഉണ്ടാകുവാനിടയായത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കോപം അവൻ്റെ മേൽ വീണു, അവൻ സംഹരിക്കപ്പെടുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന്
പെട്ടകം ഉയർത്തിക്കൊണ്ട് പലരും നടക്കുന്നുണ്ട്. ദൈവവചനമാണെന്ന് പറഞ്ഞ് ദൈവവചനം ബൈബിൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പല കാര്യങ്ങളുമൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ അതിനകത്തെ വചനം ദൈവ സാന്നിധ്യം പലരിലും നഷ്ടമായിക്കൊണ്ടിരിക്കുക. ദൈവമക്കളെ ഹല്ലേലൂയ, അഭിഷിക്തരെന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ നിന്ന് പോലും ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയിട്ട് അവരറിയാതെ ആയിരിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആവശ്യമില്ലാതെ ഹല്ലേലൂയ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് ഹല്ലേലൂയ വിശുദ്ധിക്ക് ചേരാത്ത ഹല്ലേലൂയ ഇടപാടുകളിൽ കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് ഹല്ലേലൂയ വിശുദ്ധി നഷ്ടപ്പെട്ട് ഹല്ലേലൂയ ദൈവശക്തി നഷ്ടപ്പെട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ആയിരിക്കുന്ന ജീവിതങ്ങളാണ് ഇന്ന് പലരും. ഹല്ലേലൂയ, അത് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ അതൊന്നും ദാവീദിന് പറഞ്ഞു കൊടുത്തില്ല. ഹല്ലേലൂയ തോളിൽ ചുമക്കേണ്ടത് വണ്ടി ചുമന്നു. ഹല്ലേലൂയ കാള വരണ്ടപ്പോൾ കയറി പിടിച്ചു. ഹല്ലേലൂയ പെട്ടകത്തെ പിടിച്ചു. ഹല്ലേലൂയ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. ഹല്ലേലൂയ എന്നാൽ രാജാവ് അതുകൊണ്ട് ഭയപ്പെട്ടു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ചിലതൊക്കെ കാണുമ്പോൾ ഭയപ്പെടണം. ഹല്ലേലൂയ ചിലതൊക്കെ കാണുമ്പോൾ ഭയപ്പെടണം. ഹല്ലേലൂയ ദൈവത്തിൽ ഹല്ലേലൂയ വലിയവനായ ദൈവത്തിൽ നീ കൂടുതൽ ആശ്രയിക്കുവാൻ ഇടയാകണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതിനായി ഓബേദ്-ഏദോമിൻ്റെ വീട്ടിൽ അവരത് കൊണ്ടുപോയി വെച്ചു. ഹല്ലേലൂയ യഹോവയെ ഭയപ്പെട്ടപ്പോൾ ഹല്ലേലൂയ എല്ലാവരും ഈ പെട്ടകം ഹല്ലേലൂയ ഏറ്റുവാങ്ങുവാൻ മടിച്ചു. എല്ലാവരും ഭയപ്പെട്ടു പോയി. എന്നാൽ യാതൊരു ഭയവും കാണിക്കാതെ ഓബേദ്-ഏദോമിൻ്റെ വീട്ടിൽ ഇത് കൊണ്ടുവന്ന് വെച്ചു. 3 മാസക്കാലം അവിടെ ഈ പെട്ടകം ഇരിക്കുവാനിടയായി. ഹല്ലേലൂയ ഹല്ലേലൂയ. 20 വർഷം അബീനാദാവിൻ്റെ ഭവനത്തിൽ ഈ പെട്ടകം ഇരുന്നപ്പോൾ ഒരു പ്രയോജനവുമില്ല. അവർക്ക് യാതൊരു പ്രയോജനവും വന്നില്ല. ഹല്ലേലൂയ പെട്ടകം ഉള്ളടത്ത് ഹല്ലേലൂയ ദൈവ സാന്നിധ്യം വേണം. ഹല്ലേലൂയ പലയിടത്തെ കൂടിവരവും മീറ്റിങ്ങും ഒക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും പല മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെയെല്ലാം ദൈവ സാന്നിധ്യം ഇന്നില്ല. ദൈവസാന്നിധ്യം നഷ്ടമായി കിട്ടിയിട്ട് ഹല്ലേലൂയ ആവശ്യമില്ലാത്തതെല്ലാം ചെയ്ത് ദൈവ സാന്നിധ്യം നഷ്ടമാക്കി വെച്ച് 2-3 പേർ കൂടുന്നിടത്ത് ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. ദൈവമക്കള് വിശുദ്ധിക്ക് ചേരാത്തത്, ദൈവിക പ്രമാണങ്ങൾക്ക് ചേരാത്തത്, വ്യവസ്ഥയ്ക്ക് ചേരാത്തത് നീ ചെയ്താൽ ദൈവ സാന്നിധ്യം നീ ഹല്ലേലൂയ നഷ്ടപ്പെടുത്തുകയാണെന്നുള്ളത് മറന്നു പോകരുത്. ഹല്ലേലൂയ. ഓബേദ്-ഏദോമിൻ്റെ വീട്ടിൽ പെട്ടകം വന്നപ്പോൾ വീട്ടിൽ പെട്ടകം ഉള്ളത് ഹല്ലേലൂയ നാട്ടുകാരെല്ലാം പറഞ്ഞു. ഹല്ലേലൂയ കാരണം അവൻ അനുഗ്രഹിക്കപ്പെട്ടു. ദൈവമക്കളെ 20 വർഷം അവിടെ കൊണ്ടത് പെട്ടകം വെച്ച് ഒരുത്തൻ അറിഞ്ഞില്ല. 3 മാസം ഇവിടെ ഇരുന്നപ്പോൾ നാട്ടുകാരെല്ലാം അറിഞ്ഞു. കാരണം ഹല്ലേലൂയ അതിന് തക്ക ഒരു അന്തരീക്ഷമായിരുന്നു അവൻ്റെ ഭവനത്തിനകത്ത്. ആ നാട്ടുകാരൊക്കെ അറിഞ്ഞു അവൻ അനുഗ്രഹിക്കപ്പെട്ടു. അത് മറ്റുള്ളവരുടെ കണ്ണാൽ അവർ കണ്ടു. ഹല്ലേലൂയ ദൈവപ്രവൃത്തി ഹല്ലേലൂയ അവൻ്റെ ഭവനത്തിൽ നടക്കുന്നത്, അവനിലുള്ള ചേഞ്ചസ് അതൊക്കെ മറ്റുള്ളവർക്ക് അറിയുവാനിടയായി. ഇതിൻ്റെ പിന്നിൽ ദൈവസാന്നിധ്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ദൈവമക്കളെ കർത്താവ് നമ്മിൽ വന്നാൽ നമ്മുടെ ജീവിതത്തിന്മേൽ ചില ചേഞ്ചസ് വേണം. ഹല്ലേലൂയ നമുക്ക് ചില മാറ്റങ്ങൾ വേണം. ദൈവമക്കളെ നാം വ്യത്യസ്തരായിരിക്കണം. ദൈവമക്കളെ നമ്മൾ വിശുദ്ധരായിരിക്കണം. ദൈവമക്കളെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവർ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടോ ഹല്ലേലൂയ ആരാധനയ്ക്ക് പോയെന്ന് പറഞ്ഞോ ഒന്നുമല്ല. നമ്മളൊരു മാറ്റം വേണം. നമ്മൾ ഈ മീറ്റിങ്ങുകളിൽ കൂടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഈ മീറ്റിങ്ങുകളിലെല്ലാം കൂടുന്നു. സൂം മീറ്റിങ്ങുകൾ, റിവൈവൽ മീറ്റിങ്ങുകളിലെല്ലാം നാം കൂടുന്നുണ്ട്. ഹല്ലേലൂയ ഈ മീറ്റിങ്ങുകളിലെല്ലാം കൂടുമ്പോൾ ഹല്ലേലൂയ എന്നും നമ്മൾ ഇതിനകത്തും ദൈവവചനം കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. ദൈവമക്കളെ നമ്മുടെ ഭവനത്തിലുള്ളവർ, നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ ഹല്ലേലൂയ മനസ്സിലാക്കണം ഇവളിലൊരു മാറ്റമുണ്ട്, ഇവളിലൊരു മാറ്റമുണ്ട്. ഹല്ലേലൂയ ആ പ്രാർത്ഥനയ്ക്ക് പോയതിൽ പിന്നെ ഇവളുടെ ജീവിതത്തിന്മേലൊരു സമാധാനമുണ്ട്. ഇത് മറ്റുള്ളവർക്കൂടെ മനസ്സിലാകണം. ഹല്ലേലൂയ ആ മറ്റുള്ളവർ നിന്നെ ദർശിക്കുന്നവർക്ക് മനസ്സിലാകണം. നീ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നിന്റെ ജീവിതത്തിന്മേൽ വിടുതലുണ്ടെന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കിയെടുക്കണം. ദൈവമക്കളെ ഹല്ലേലൂയ ആ രീതിയിൽ വേണം നാം ജീവിക്കുവാൻ. മറ്റുള്ളവർ നമ്മെപ്പറ്റി സാക്ഷ്യം പറയണം. ഹല്ലേലൂയ ഹല്ലേലൂയ അവർ നല്ലൊരു മാറ്റമുണ്ട്. ആ വീട്ടിൽ നല്ല സമാധാനമുണ്ട്. അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാ, അവർ പ്രാർത്ഥിക്കുന്നവരാ, അതിൻ്റേതായ അനുഗ്രഹം അവരുടെ ജീവിതത്തിലുണ്ട് എന്ന് പറയുവാനിടയാകണം. ഓബേദ്-ഏദോമിൻ്റെ കുടുംബത്തെ അവനുള്ള സകലത്തെയും ദൈവം അനുഗ്രഹിച്ചു. കാരണം എല്ലാവരും ഭയപ്പെട്ടിരുന്നപ്പം യഹോവയുടെ പെട്ടകം അവൻ്റെ വീട്ടിൽ സ്വീകരിച്ചു. 2 പെട്ടകം വീട്ടിൽ ഇരുന്നപ്പോൾ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്താതെ അതിനനുയോജിച്ച അന്തരീക്ഷം അവൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ദൈവമക്കളെ പെട്ടകം കൊണ്ടെന്ന് വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമായില്ല. അതിനകത്തുള്ള ദൈവ സാന്നിധ്യം നിന്റെ വീട്ടിൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ തക്ക അന്തരീക്ഷം നിന്റെ ഭവനത്തിനകത്തുണ്ടായിരിക്കണം. ഹല്ലേലൂയ. എപ്പോഴും അലോഹ്യമുണ്ടാക്കി
വീടിനകത്ത് അടിയുണ്ടാക്കുകയും ഹല്ലേലൂയ ആവശ്യമില്ലാത്ത വാദമൊക്കെ വിളിച്ചു പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടും. ഹല്ലേലൂയ, ആ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുമെന്നുള്ളത് മറന്നു പോകരുത്. 1 ദിനവൃത്താന്തം 15-18 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവനൊരു വിശ്വസ്ത ശുശ്രൂഷകനായിരുന്നു, അവൻ്റെ പെട്ടകത്തിന് വാതിൽ കാവൽക്കാരനായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 ദിനവൃത്താന്തം 26 ദൈവം അവരെ അനുഗ്രഹിച്ചു. അവർ പരാക്രമശാലികളായിരുന്നു, പ്രമാണികളായിരുന്നു, പ്രാപ്തന്മാരായിരുന്നു. എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ പ്രാപ്തിയും പരാക്രമശാലികളും എന്നൊക്കെ പറയാൻ കാരണം? അവരുടെ ജീവിതത്തിൽ അത് ഹല്ലേലൂയ ദൈവത്തെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ പ്രമാണത്തിനനുസരിച്ച് അവരുടെ ജീവിതത്തെ നയിച്ചത് കൊണ്ടാ, ഭവനത്തിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങിയത് കൊണ്ടാ അവരനുഗ്രഹിച്ചത്. ദൈവമക്കളെ അനുഗ്രഹിക്കുന്നതിന് ഷോർട്ട് കട്ടൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. നിനക്ക് അനുഗ്രഹം പ്രാപിക്കണോ, നീ വ്യവസ്ഥ അനുസരിച്ച് നിന്റെ ജീവിതത്തെ സൂക്ഷിക്കണം, വിശുദ്ധിയിൽ നിന്റെ ജീവിതത്തെ സൂക്ഷിക്കണം. മനുഷ്യർക്ക് ബോധിക്കുന്നത് പോലെയല്ല, ദൃഷ്ടി സേവകളൊന്നുമല്ല വേണ്ടിയത് നിനക്ക്. മനുഷ്യനെ പ്രസാദിപ്പിക്കുകയല്ല നിനക്ക് വേണ്ടിയത്, ദൈവത്തെ പ്രസാദിപ്പിച്ച് നീ ജീവിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് ഇഷ്ടമാവണ്ണം നീ ജീവിക്കണം. ദൈവഹിതം എന്നാന്ന് നീ തിരിച്ചറിയണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അത് ഓരോ നിമിഷവും നിന്റെ ജീവിതത്തിന്മേലുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാ ആ ഭവനത്തിനകത്തുള്ളവരൊക്കെ ഹല്ലേലൂയ, ആ കുടുംബത്തിൽ മൊത്തം 62 പേരുണ്ടായിരുന്ന പറഞ്ഞേക്കുന്നത്. അവരെല്ലാവരും അതിപ്രാപ്തന്മാരായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, പ്രാപ്തന്മാരെന്നല്ല, അതിപ്രാപ്തന്മാർ, പരാക്രമശാലികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രമാണികളായിരുന്നു. ഹല്ലേലൂയ, അവരെ സകലത്തിലും ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം സ്വീകരിച്ച ആ വീട്ടിൽ അനുഗ്രഹം ഉണ്ട്. ഹല്ലേലൂയ, ഷോർട്ട് കട്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് നല്ല പരിചയമല്ലേ അബ്രഹാമിന് ഹല്ലേലൂയ വാഗ്ദത്ത സന്തതി ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ഹാഗാറിനെ ഹല്ലേലൂയ ഷോർട്ട് കട്ടായിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് ഇന്നും അതിൻ്റെ ഭവിഷ്യത്തുകൾ ഹല്ലേലൂയ ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ദൈവമക്കളെ അനുഗ്രഹത്തിന് ഷോർട്ട് കട്ടില്ല. നീ അനുഗ്രഹിക്കപ്പെടണമോ, യഥാർത്ഥമായി ദൈവത്തിൽ ആശ്രയിക്കണം, യഥാർത്ഥമായി ദൈവത്തെങ്കിലേക്ക് നീ തിരിയണം, യഥാർത്ഥമായി നീ മനസ്സിലാക്കണം. നിന്റെ തെറ്റുകളെ മനസ്സിലാക്കി തിരികെ വന്ന ദൈവസന്നിധിയിൽ മുഴങ്കാലുകൾ ഇരുന്നിക്കോ നെടുമ്പാട് വീണ് ദൈവത്തോട് ഹല്ലേലൂയ അടുത്തിരുന്നെങ്കിൽ മാത്രമേ നിനക്ക് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അനുഗ്രഹം പ്രാപിക്കുവാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ഒബദേദോമിൻ്റെ ഭവനത്തിലുണ്ടായ അനുഗ്രഹം ദാവീദിൻ്റെ ചെവിയിൽ ചെന്നു. അവിടെ നിന്ന് പെട്ടകം ഹല്ലേലൂയ തൻ്റെ ഹല്ലേലൂയ നഗരത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഹല്ലേലൂയ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഹല്ലേലൂയ ദാവീദിന് മനസ്സിലായി എന്തുകൊണ്ടാണ് ഉസ്സയുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചതെന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ് ഉസ്സയുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചതെന്ന് ദാവീദ് മനസ്സിലാക്കി എടുത്തു. ഹല്ലേലൂയ, കാരണം അവൻ്റെ തെറ്റ് മനസ്സിലായി. അവനെ ഹല്ലേലൂയ തിരുത്തേണ്ട പോലെ തിരുത്തി അവൻ്റെ ജീവിതത്തെ ഹല്ലേലൂയ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു. എന്നുവെച്ച് ഹല്ലേലൂയ വണ്ടിയിൽ നിന്ന് മാറ്റി ഹല്ലേലൂയ അതിന് നിയോഗിക്കപ്പെട്ടവരെ ഏൽപ്പിച്ചു കൊടുത്ത് തോളിൽ ചുമന്ന് ഹല്ലേലൂയ പെട്ടകം കൊണ്ടുപോകുവാനിടയായി. ഹല്ലേലൂയ, എന്നുവെച്ച് ഹല്ലേലൂയ ദാവീദ് ഹല്ലേലൂയ എന്ത് ചെയ്യുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിൻ്റെ പെട്ടകത്തിന് മുമ്പിൽ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ദൈവത്തിന് ആരാധന കൊടുക്കുക. രാജസ്ഥാനമോ ഹല്ലേലൂയ പദവിയോ ഹല്ലേലൂയ ഒന്നും നോക്കാതെ ദൈവം മുമ്പ് ആ പെട്ടകത്തിന് മുമ്പിൽ സ്തോത്രം ചെയ്യുക, നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുക. എൻ്റെ ദൈവമക്കളെ ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുന്നത് പിശുക്ക് കാണിക്കേണ്ട, ഒരു മനുഷ്യനെ കാണിക്കാനല്ല നാം ആരാധിക്കുന്നത്. ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം ഹല്ലേലൂയ അത് ഹല്ലേലൂയ നന്നായി ഹല്ലേലൂയ ക്ലിയർ ആയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മൾ തമ്മിലുള്ള ഹല്ലേലൂയ ആ ബന്ധം, ആ റേഞ്ച് ക്ലിയർ ആക്കണം. ദൈവമായിട്ടുള്ള റേഞ്ച് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നിനക്ക് ആരാധിക്കാം, നിനക്ക് പ്രാർത്ഥിക്കാം. അതിന് മറ്റുള്ളവരൊന്നും തടസ്സങ്ങളല്ല. നീയും ദൈവവുമായുള്ള ബന്ധം ക്ലിയർ ആണെങ്കിൽ നീ ആരാധിക്കും. ദൈവം ചെയ്യുന്ന നന്മകൾക്കനുസരിച്ച്, ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾക്കനുസരിച്ച് ദൈവസനെ നന്ദി കരയ്ക്കുവാൻ, ആരാധിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ നിനക്കിടയാകണം. ഹല്ലേലൂയ,
ആരെയും നോക്കി നിന്റെ ഹല്ലേലൂയ ആരാധന കുറയ്ക്കരുത്. എവിടെയായി കഷ്ടത, രോഗം, ദുഃഖം ഇതൊക്കെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഹല്ലേലൂയ ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നതിൽ മടുത്തു പോകരുത് ദൈവമക്കളെ. ദൈവത്തെ ആരാധിക്കാൻ ഹല്ലേലൂയ അന്യഭാഷയിൽ ദൈവത്തെ ഹല്ലേലൂയ ആരാധിക്കുവാനൊക്കെ നമുക്ക് ഒരിടത്ത് പ്രത്യേകമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല. ഹല്ലേലൂയ നാം നടക്കുന്ന നടപ്പിൽ, നാം ഇരിക്കുന്ന ഇരിപ്പിൽ, നാം പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഞാൻ വിശ്വാസത്തിൽ കടന്നു വരുന്ന സമയത്ത് ഓഫീസിൽ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ കൈയുടെ വെള്ളയ്ക്കകത്ത് ദൈവവചനം എഴുതിയിട്ടുകൊണ്ട് ഞാൻ പോയിട്ടുണ്ട്. ആ വചനം ഓരോ നേരം കാണുമ്പോഴെല്ലാം ആ ദൈവവചനത്തിൽ ആശ്രയിക്കാൻ എനിക്കിടയായിട്ടുണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആത്മാവിൽ ആരാധിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ കേൾക്കുകയൊന്നുമല്ല, ഉറക്കെയല്ല, ഹൃദയത്തിനകത്ത് ആത്മാവിൽ അന്യഭാഷയിൽ ആരാധിക്കുവാൻ എനിക്ക് പല സമയങ്ങളിലും ഹല്ലേലൂയ ഇടയായിട്ടുണ്ട്. ദൈവമക്കളെ ഹല്ലേലൂയ പ്രത്യേക ടൈം ഹല്ലേലൂയ എടുത്ത് പ്രാർത്ഥിക്കുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഏത് ജോലി സ്ഥലങ്ങളിലായിരുന്നാലും ഏത് മേഖലകളിലായിരുന്നാലും ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് പറ്റും. നാമും ദൈവവുമായിട്ടുള്ള ആ ബന്ധമുണ്ടല്ലോ, ആ റേഞ്ച് ഉണ്ടല്ലോ, അത് ക്ലിയർ ആയിരിക്കണം ദൈവമക്കളെ. ഉടവല രഗതല ഹസ്തലാരകൾ ഹല്ലേലൂയ. ദാവീദ് സ്ഥാനം മറന്ന് ഹല്ലേലൂയ ആരാധിച്ചു ദൈവസന്നിധിയിൽ തന്നെത്താൻ ഹല്ലേലൂയ ആരാധിച്ചപ്പോൾ മീക്കൾ അത് കണ്ടിട്ട് അവളോട് ചോദിച്ചു, ഹല്ലേലൂയ നിസാരന്മാരിൽ ഒരുത്തൻ തന്നെത്താൻ അനാവൃതനാക്കുന്നത് പോലെ ഹല്ലേലൂയ നീ ഹല്ലേലൂയ അനാവൃതനാക്കില്ല, ഇസ്രായേൽ രാജാവല്ലേ നീ, ഹല്ലേലൂയ അവനെ പരിഹസിച്ചു. എന്നാൽ ഹല്ലേലൂയ ദാവീദോട് ഒരു മറുപടി പറയുന്നുണ്ട്, എനിക്കത് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. ദാവീദ് പറവ യഹോവയുടെ ജനമായി ഇസ്രായേലിന് പ്രഭുവായി നിയമിപ്പാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവൻ്റെ സകല ഗൃഹത്തിലും ഉപരിയായി എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യും. ഹല്ലേലൂയ. നിന്റെ ഹല്ലേലൂയ അപ്പനും ഹല്ലേലൂയ നിന്റെ ഗൃഹത്തിനും വേണ്ടിയൊക്കെ ഹല്ലേലൂയ വെച്ചിരുന്നതല്ലേ ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അവരെയൊക്കെ മാറ്റിവെച്ച് ഹല്ലേലൂയ എന്നെ എൻ്റെ കർത്താവ് തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ എന്നെ ദൈവം തെരഞ്ഞെടുത്തു, എന്നെ ഇതിന് യോഗ്യനാക്കിയെങ്കിൽ ഹല്ലേലൂയ എനിക്ക് ആരുടെയും മുമ്പിൽ എൻ്റെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ എന്നെ തെരഞ്ഞെടുത്തത് ദൈവമാ. ഹല്ലേലൂയ ഒന്നിനും യോഗ്യതയില്ലാതെ ഇരുന്ന ഈ സ്ഥലത്ത് ദൈവമെന്നെ തെരഞ്ഞെടുത്ത് ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും, ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കുവാൻ നിനക്കിടയാകണം. ഹല്ലേലൂയ. ഇരിക്കുന്ന ഇടം മറന്ന് ദൈവത്തെ ആരാധിക്കണം. ദൈവമുമ്പാകെ ഹല്ലേലൂയ സ്തുതിക്കണം, സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. എപ്പോഴും ദൈവത്തിന് സ്തുതി കരയറ്റുവാൻ, എപ്പോഴും സ്തോത്രം കരയറ്റുവാൻ, ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ ജീവിതത്തിന്മേൽ ഇടയാക്കണം. ആര് നമ്മളെ പരിഹസിച്ചാലും, ആര് നമ്മളെ നിന്ദിച്ചാലും ഹല്ലേലൂയ ദൈവവുമായുള്ള ബന്ധത്തിന് വിഘ്നം വരരുത്. ഹല്ലേലൂയ. ദൈവമക്കളെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ഹല്ലേലൂയ അത് മറ്റുള്ളവരെ കാണിക്കുവാനില്ല, മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാനല്ല, ദൈവത്തെ പ്രസാദത്തിന് വേണ്ടി ദൈവിക പ്രസാദത്തിന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ദൈവിക ആരാധന ഉയരണം. ദൈവിക ആരാധന നമ്മുടെ ഹൃദയത്തിന് ആഴങ്ങളിൽ നിന്ന് ഉയരണം. ഹല്ലേലൂയ. 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 വണ്ടിയും ബാനറും കെട്ടി പബ്ലിസിറ്റി നടത്താനല്ല. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ എന്തെല്ലാം പരിപാടി കാണിച്ചാലും ദൈവ സാന്നിധ്യം നഷ്ടപ്പെടും. എന്നാൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥനയും ആരാധനയും ഹല്ലേലൂയ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്നതാണോ? കർത്താവേ എൻ്റെ പ്രാർത്ഥനയിൽ ദൈവസാന്നിധ്യം ഉണ്ടോ? ഹല്ലേലൂയ ദൈവസാന്നിധ്യം നഷ്ടപ്പെടരുത് കർത്താവേ, എനിക്ക് ദൈവസാന്നിധ്യം എപ്പോഴും എന്നോട് കൂടെ പോകണം. ഹല്ലേലൂയ മോശ പറഞ്ഞതുപോലെ ദൈവമേ നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ എന്നെ കൊണ്ടുപോകരുത്, എന്നെ ഹല്ലേലൂയ പറഞ്ഞു വിടരുത്. ഹല്ലേലൂയ ദൈവസാന്നിധ്യം എപ്പോഴും എന്നോട് കൂടെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ തിരുത്തേണ്ടിടത്ത് തിരുത്താം. ഹല്ലേലൂയ മടങ്ങി വരേണ്ടിടത്ത് മടങ്ങി വരാം. ഹല്ലേലൂയ. ഹല്ലേലൂയ ദൈവത്തോട് ചേർന്നിരിക്കാം, ദൈവത്തെ ആരാധിക്കാം. ആത്മീയ ജീവിതം ഹല്ലേലൂയ അനുഗ്രഹമാക്കി തീർക്കുവാൻ വ്യവസ്ഥകളോടുകൂടെ ജീവിച്ച് വ്യവസ്ഥ പ്രകാരം ജീവിച്ച് ഹല്ലേലൂയ പ്രമാണത്തിനകത്ത് വചനത്തിനകത്ത് അടിസ്ഥാനപ്പെട്ടുകൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുവാൻ ഹല്ലേലൂയ ദൈവം നമുക്കിടയാക്കി പലതും കണ്ട് ഹല്ലേലൂയ നിന്റെ മനസ്സ് മടുക്കരുത്, നീ തളർന്നു പോകരുത്, പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകരുത്. ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവത്തിൽ മാത്രം പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നേറിപ്പോകുവാൻ സ്വർഗ്ഗം നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഇടയാക്കി തരട്ടെ. അതിനായി നിങ്ങളെ തന്നെ ഒരുക്കുക. ദൈവവിവചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കും.